കറണ്ട് അഫയേഴ്സിലെ ചില പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ്. എക്സസൈസ് യുദ്ധ അഭ്യാസ് എന്ന് പറയുന്ന എക്സസൈസ് ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള എക്സസൈസ് ആണ്? ഇന്ത്യക്ക് ബാഡ്മിന്റൺ വേൾഡ് ചാമ്പ്യൻഷിപ്പ് നടത്താനുള്ള അവസരം ലഭിച്ചിരിക്കുകയാണ്. ഏത് വർഷമാണ് ഇന്ത്യക്ക് ഈ ഒരു അവസരം ലഭിച്ചിട്ടുള്ളത്? അതായത് വേൾഡ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് നടത്താനുള്ള അവസരം. ഇന്ത്യയിൽ എവിടെയാണ് മേളപ്പാട് എന്ന് പറയുന്ന ഉത്സവം ആരംഭിച്ചത്? ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി 25ാമത്തെ SCO മീറ്റിംഗിൽ എടുത്തു പറഞ്ഞിട്ടുള്ള 3 പില്ലേഴ്സ് ഏതൊക്കെയാണ്? ഇതുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: ദി പ്രൈം മിനിസ്റ്റർ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദി 25th SCO സമ്മിറ്റ് ഇൻ ടിയാൻജിൻ, ചൈന. ചൈനയിലെ ടിയാൻജിൻ നടന്ന 25ാമത് SCO ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. ഈ കഴിഞ്ഞ 31 ഓഗസ്റ്റ് 1 സെപ്റ്റംബറിലായിരുന്നു SCO മീറ്റിംഗ്. 25ാമത്തെ ഷാങ്ഹായ് കോ ഓപ്പറേഷൻ ഓർഗനൈസേഷന്റെ മീറ്റിംഗ് ആയിരുന്നു ഈ കഴിഞ്ഞ 2 ദിവസം. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ രാഷ്ട്രതലവന്മാരുടെ കൗൺസിലിന്റെ 25ാമത് യോഗം എവിടെയാണ് നടന്നത്? ടിയാൻജിൻ, ചൈന. ചൈനയിലെ ടിയാൻജിനിൽ വെച്ചായിരുന്നു 25ാമത്തെ കൗൺസിൽ ഓഫ് ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ്, അതായത് ഓരോ രാജ്യങ്ങളിലെയും ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഹെഡ് ഓഫ് ദി കൺട്രി എന്ന് പറയുന്ന ലെവലിലുള്ള വ്യക്തികളുടെ മീറ്റിംഗ്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി പങ്കെടുത്തിട്ടുള്ള, അതുപോലെ തന്നെ റഷ്യയുടെയും ചൈനയുടെയും ഏറ്റവും ടോപ്പ് ലെവലിൽ വരുന്ന പ്രൈം മിനിസ്റ്റർ, പ്രസിഡന്റ് പങ്കെടുത്തിട്ടുള്ള ഒന്നായിരുന്നു ഷാങ്ഹായ് കോർപ്പറേഷൻ. ഇത് 31 ഓഗസ്റ്റ് ആൻഡ് 1 സെപ്റ്റംബറിലായിരുന്നു ചൈനയിലെ ടിയാൻജിനിലെ. SCO കൗൺസിൽ ഓഫ് ഹെഡ്സിന്റെ 25ാമത് യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരാമർശിച്ച ഇന്ത്യയുടെ വിഷൻ ഭാരത് നയിക്കുന്ന 3 സ്തംഭങ്ങൾ ഏതാണ്? സുരക്ഷ, കണക്ടിവിറ്റി, അവസരം. സെക്യൂരിറ്റി, കണക്ടിവിറ്റി ആൻഡ് ഓപ്പർച്യൂണിറ്റി, ഈ 3 പില്ലേഴ്സ് ആണ് ഇന്ത്യയുടെ വിഷൻ ഭാരതിലേക്ക് എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു SCO മീറ്റിംഗ്. ഈ കഴിഞ്ഞ 31 സെപ്റ്റംബറിൽ നടന്നിട്ടുള്ള SCO മീറ്റിംഗിൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി സെക്യൂരിറ്റി, കണക്ടിവിറ്റി ആൻഡ് ഓപ്പർച്യൂണിറ്റി, മിക്കോർമ്മല്ല പത്രങ്ങളിൽ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഈ 3 പില്ലേഴ്സിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പരാമർശം. കൂടാതെ തന്നെ അദ്ദേഹം പഹൽഗാം അറ്റാക്കിനെ കുറിച്ചും ടെററിസം ആയി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ട് തന്നെ ആ ഒരു മീറ്റിംഗിൽ അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നു. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: എക്സസൈസ് യുദ്ധ അഭ്യാസ് 2025. എക്സസൈസ് യുദ്ധ അഭ്യാസ് 2025. യുദ്ധ അഭ്യാസ് 2025 എവിടെയാണ് നടക്കുന്നത്? ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു എക്സസൈസ് ആണ് യുദ്ധ അഭ്യാസ്? ഏത് വർഷമാണ് യുദ്ധ അഭ്യാസ് എന്ന് പറയുന്ന ഈ ഒരു എക്സസൈസ് ആരംഭിച്ചിട്ടുള്ളത്? നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 സെപ്റ്റംബർ 1 മുതൽ 2025 സെപ്റ്റംബർ 14 വരെ ഇന്ത്യയും US നടത്തിയ സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേര് യുദ്ധ അഭ്യാസ് 2025. സെപ്റ്റംബർ 1 മുതൽ, അതായത് ഇന്നലെ ആരംഭിച്ച ഒരു എക്സസൈസ് ആണ് ഇത്. സെപ്റ്റംബർ 14 വരെ നടക്കുന്ന ഒരു എക്സസൈസ് ആണ്. ഇന്ത്യയും US തമ്മിലുള്ള ഒരു എക്സസൈസ് ആണ് യുദ്ധ അഭ്യാസ് എന്ന് പറയുന്ന എക്സസൈസ്. ഓരോ രാജ്യങ്ങൾ തമ്മിലുള്ള എക്സസൈസ് നടക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പേരുണ്ട്. യുദ്ധ അഭ്യാസ് എന്ന് പറയുന്ന എക്സസൈസ് ആണ് ഇന്ത്യയും US തമ്മിലുള്ള ഒരു എക്സസൈസ് ആണ്. ഇന്ത്യയും US സംയുക്ത സൈനിക അഭ്യാസം യുദ്ധ അഭ്യാസ് 2025. 2025 ഏത് രാജ്യമാണ് ആദ്യത്യം വഹിക്കുന്നത്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. എല്ലാ വർഷം നടത്തുന്ന ഒരു എക്സസൈസ് ആണ് US ഇന്ത്യയും തമ്മിലുള്ള ഈ ഒരു എക്സസൈസ്. 2025 ആണെങ്കിൽ അത് നടക്കുന്നത് US-ലാണ്. പ്രധാനമായിട്ടും പറയുമ്പോൾ ഈ പ്രാവശ്യം മദ്രാസ് റെജിമെന്റിലെ ഏറ്റവും കൂടുതൽ സൈനികരാണ് ഈ ഒരു എക്സസൈസ് ഈ വർഷം പങ്കെടുക്കുന്നത്. കഴിഞ്ഞ വർഷം ഇത് ഇന്ത്യയിലായിരുന്നു, എന്നാൽ ഈ പ്രാവശ്യം ഇത് US-ലാണ്. ഇന്ത്യയും US സംയുക്ത സൈനികാഭ്യാസം യുദ്ധ അഭ്യാസ് ഏത് വർഷത്തിലാണ് ആരംഭിച്ചത്? 2004. അതായത് 21 വർഷം മുമ്പ് ആരംഭിച്ച ഒരു എക്സസൈസ് ആണ് യുദ്ധ അഭ്യാസ് എന്ന് പറയുന്ന ഇന്ത്യ US-ന്റെ എക്സസൈസ്. ഇന്ത്യയും US തമ്മിലുള്ള പ്രധാന സൈനിക അഭ്യാസങ്ങൾ ഏതാണ്? യുദ്ധ അഭ്യാസ്, വജ്രപ്രഹാർ, വ്യോമസേന അഭ്യാസമായിട്ടുള്ള കോപ്പ് ഇന്ത്യ, നാവിക അഭ്യാസമായിട്ടുള്ള മിലാൻ എന്നിവയാണ് ഇന്ത്യയും US തമ്മിലുള്ള വളരെ പ്രധാനപ്പെട്ട എക്സസൈസ്. കോപ്പ് ഇന്ത്യ എയർഫോഴ്സ് നേവൽ എക്സസൈസ് മിലാൻ, യുദ്ധ അഭ്യാസ്, വജ്രപ്രഹാർ ഇവയെല്ലാം ആർമി എക്സസൈസ് ആണ്. മിലാൻ എന്ന എക്സസൈസ് ഇത് പല രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഒരു വളരെ വലിയൊരു എക്സസൈസ് ആണ് മിലാൻ. ഇത് സാധാരണയായിട്ട് നടക്കുന്നത് ഫെബ്രുവരിയിലാണ് വിശാഖപട്ടണത്ത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: TCA കല്യാണി അസ്യൂം ചാർജ് ആസ് കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് CGA. TSA കല്യാണി കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് ആയി ചുമതലയേറ്റു. കൺട്രോൾ ജനറൽ ഓഫ് അക്കൗണ്ട്സ് ഏത് മിനിസ്ട്രിയുടെ അണ്ടറിൽ വരുന്ന ഒന്നാണ്?
നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ചെലവ് വകുപ്പിൽ പുതിയ കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് ആയി ആരാണ് ചുമതലയേറ്റത്? ശ്രീമതി TSA കല്യാണി. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്സ്പെൻഡിച്ചറിന്റെ പുതിയ കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് ആയിട്ട് TCA കല്യാണി ചുമതല ഏറ്റെടുത്തു. ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് ആണ്. ഇന്ത്യയുടെ കൺട്രോളർ ജനറൽ ഓഫ് ഓഡിറ്റർ ജനറൽ ആരാണ്? K. സഞ്ജയ് മൂർത്തി. നമുക്ക് ചിലപ്പോൾ സംശയം വന്നേക്കാം, കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഇവയെല്ലാം ഒരേ ഡിപ്പാർട്ട്മെന്റ് ആണോ? അല്ല, ഇത് രണ്ടും രണ്ട് ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. ചെലവ് വകുപ്പിലെ കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് ഏത് മന്ത്രാലയത്തിന് കീഴിലാണ്? മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ അണ്ടറിൽ വരുന്ന ഒന്നാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്സ്പെൻഡിച്ചർ, അതുപോലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓഡിറ്റിംഗ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ എന്നിവയെല്ലാം. ഇതിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്സ്പെൻഡിച്ചറിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് ആണ് കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് ആയിട്ട് TCA കല്യാണി. ഇത് മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ അണ്ടറിൽ വരുന്ന ഒന്നാണ്. എന്നാൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ഇപ്പോഴത്തെ K. സഞ്ജയ് മൂർത്തി ഇവ പൂർണ്ണമായിട്ടും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒന്നാണ്. ഒരു മിനിസ്ട്രിയുടെയും അണ്ടറിൽ വരുന്ന ഒന്നാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. പൂർണ്ണമായിട്ടും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. അടുത്തൊരു ന്യൂസ് റീഡിംഗ് ആണ് ബാഡ്മിന്റൺ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഇൻ ഓഗസ്റ്റ് 2026. 2026 ഓഗസ്റ്റിൽ ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പ് ഇന്ത്യക്ക് ലഭിക്കാൻ പോവുകയാണ്. ബാഡ്മിന്റൺ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ആദ്യത്തെ വഹിക്കാനുള്ള അവസരം. എവിടെയാണ് ഇന്ത്യ ഈ ഒരു ബാഡ്മിന്റൺ വേൾഡ് ചാമ്പ്യൻഷിപ്പ് നടത്തുക? ഇതിനു മുമ്പ് ഏത് വർഷമാണ് ഇന്ത്യക്ക് ഈ ഒരു അവസരം ലഭിച്ചിട്ടുള്ളത്? നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. BWF ലോക ചാമ്പ്യൻഷിപ്പിന്റെ 2026 പതിപ്പിന് ഏത് രാജ്യമാണ് ആദ്യത്തെ വഹിക്കുക? ഇന്ത്യ. ഇന്ത്യയിൽ ന്യൂഡൽഹിയിൽ വെച്ചായിരിക്കുള്ളൂ BWF ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ ലോക ചാമ്പ്യൻഷിപ്പിന്റെ 2026 പതിപ്പിനുള്ള അവസരം ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ളത്. 2026 മുമ്പ് ഏതു വർഷത്തിലാണ് ഇന്ത്യ BWF ലോക ചാമ്പ്യൻഷിപ്പിന് ആദ്യത്വം വഹിച്ചത്? 2009 ഹൈദരാബാദിൽ. ഏതാണ്ട് 17 വർഷം മുമ്പ് ഇന്ത്യക്ക് ലഭിച്ച ഒരു അവസരമായിരുന്നു ഹൈദരാബാദിൽ 2009 BWF ലോക ചാമ്പ്യൻഷിപ്പ്. ഇന്നിപ്പോൾ വീണ്ടും ഇന്ത്യക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ്. ഇന്നലെയാണ് ഈ അവസരം ലഭിച്ച കാര്യം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതായത് ഇന്ത്യ നെക്സ്റ്റ് ഇയറിൽ 2026 BWF ലോക ചാമ്പ്യൻഷിപ്പ് നടത്താനുള്ള അവസരം ലഭിച്ച കാര്യം. 2025 സെപ്റ്റംബർ 1 പാരീസിൽ സാത്വിക് സായ്രാജ് രംഗറെഡ്ഡിയും ചിരാഗ് ഷെട്ടിയും ഏത് മെഡൽ നേടി? വെങ്കല മെഡൽ. ഇന്നലെ അവസാനിച്ച പാരീസ് 2025 ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ബാഡ്മിന്റണിലെ ജോഡികൾ എന്നറിയപ്പെടുന്ന സാത്വിക് സായ്രാജ് രംഗറെഡ്ഡിയും ചിരാഗ് ഷെട്ടിക്കും ബ്രോൺസ് മെഡൽ ലഭിച്ചു. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് ആയിരുന്നു, അതായത് ഇന്ത്യ BWF ലോക ചാമ്പ്യൻഷിപ്പ് നടത്താൻ പോകുന്ന ആ ഒരു അനൗൺസ്മെന്റും. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിംഗ്, ആനുവൽ മേളപാട്ട് ഫെസ്റ്റിവൽ ബിഗിൻസ് ഇൻ ബദിർവ. ബദിർവയിൽ വാർഷിക മേളപാട്ട് ഫെസ്റ്റിവൽ ആരംഭിക്കുന്നു. ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 29 തീയതിയായിരുന്നു ബദിർവ എന്ന സ്ഥലത്ത് മേളപാട്ട് എന്ന ഫെസ്റ്റിവൽ ആരംഭിച്ചിട്ടുള്ളത്. ഇത് ഏത് സംസ്ഥാനത്താണ്? നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. വാസുകി നാഗിന് സമർപ്പിച്ചിരിക്കുന്ന ഒരു സാംസ്കാരികവും മതപരവുമായ ഉത്സവമായ മേളപാട്ട് നടത്തുന്ന സംസ്ഥാനം ഏതാണ്? ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീരിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഉത്സവമാണ് മേളപാട്ട് എന്ന് പറയുന്ന ഉത്സവം. ഇത് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ഉത്സവമാണ്. വിവിധതരം കളറുകൾ പ്രദർശിപ്പിക്കുന്ന രീതിയിലുള്ള ഡ്രസ്സുകൾ അണിഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക ഉത്സവമാണ് മേളപാട്ട് എന്ന് പറയുന്ന ഈ ഉത്സവം. വാസുകി നാഗ് എന്ന ആ ദൈവത്തിന് സമർപ്പിക്കുന്ന ഒരു മതപരമായിട്ടുള്ള ഉത്സവമാണ്. ബദേർവ താഴ്വരയിൽ നടക്കുന്ന വാർഷിക 3 ദിവസത്തെ ഉത്സവമായ മേളപാട്ട് ഏതൊക്കെ രാജാക്കന്മാർ തമ്മിലുള്ള ചരിത്രപരമായ കൂടിക്കാഴ്ചയാണ് പ്രദർശിപ്പിക്കുന്നത്? മുഗൾ ചക്രവർത്തി അക്ബറും ബദേർവ രാജാവ് നാഗ്പാലും. അതായത് ഏതാണ്ട് ഒരു 600 വർഷം മുമ്പ് 16-ാം നൂറ്റാണ്ടിൽ മുഗൾ എംപറർ അക്ബറും ബദർവായിലെ രാജാവായിട്ടുള്ള നാഗ്പാൽ ഇവർ തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച, ആ ഒരു കൂടിക്കാഴ്ച നടന്നിട്ടുള്ള ഒരു പ്രദേശം, അവിടെയാണ് മേളപാട്ട് എന്ന ഈ ഒരു ഉത്സവം. ഈ ഒരു ചരിത്രപരമായിട്ടുള്ള കൂടിക്കാഴ്ചയും എടുത്തു പറയുന്ന ഒന്നാണ് മേളപാട്ട് എന്ന് പറയുന്ന ഉത്സവം. ഇത് ജമ്മു കാശ്മീരിലെ ബദേർവ എന്ന വാലിയിലാണ്. 600 വർഷത്തെ ചരിത്രമുള്ള സാംസ്കാരികവും മതപരവുമായ ഉത്സവമായ മേളപാട്ടിൽ ഏത് പരമ്പരാഗത നാടോടി നൃത്തമാണ് അവതരിപ്പിക്കുന്നത്? ദേഖോ നൃത്തം എന്നറിയപ്പെടുന്ന ഡിക്കോഡ് നൃത്തം.
ഡിക്കോ ഡാൻസ് അല്ലെങ്കിൽ ഡേക്കോ ഡാൻസ് എന്നറിയപ്പെടുന്ന ഈ ഒരു ഡാൻസ് ആണ് ഈ ഒരു മേളയിൽ 600 വർഷമായിട്ട് ആചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ തരത്തിലുള്ള ഒരു ഉത്സവത്തിലെ പ്രധാനപ്പെട്ട ഡാൻസ്. ജമ്മു കാശ്മീരിലെ ബദർവ താഴ്വരയിൽ കൈലാസ് യാത്ര അവസാനിച്ചതിന് 7 ദിവസത്തിന് ശേഷം എല്ലാ വർഷവും നാഗപഞ്ചമിയിൽ ഏത് ഉത്സവമാണ് ആചരിക്കുന്നത്? മേളാപ്പാട്ട്. മേളാപ്പാട്ട് എന്ന് പറയുന്ന ഈ ഒരു ഉത്സവമാണ് കൈലാസ യാത്ര അവസാനിച്ചതിന് 7 ദിവസത്തിന് ശേഷം എല്ലാ വർഷവും നാഗപഞ്ചമിയിൽ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് മേളാപ്പാട്ട് എന്ന് പറയുന്ന ഉത്സവം. മേളാപ്പാട്ട് ഇത് ജമ്മു കാശ്മീരിലെ ബദർവ ജില്ലയിലെ 3 ദിവസത്തെ ഒരു ഉത്സവമാണ് മേളാപ്പാട്ട്. അപ്പോൾ നമ്മളിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫേഴ്സ് ആണ് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ജേഴ്സ് കറണ്ട് അഫേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.